ഇന്ന് നമുക്ക് എൻ്റെ അമ്മ ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്ന പണികൾ എന്തൊക്കെയാ നോക്കിയാലോ. ഞാനങ്ങനെ എണീച്ച് വരുമ്പം തന്നെ കാണുന്ന കാഴ്ചയും അമ്മയും വിളക്ക് കത്തിക്കുന്നതാ. അമ്മ അങ്ങനെ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഞാൻ ആ സമയം കൊണ്ടൊന്ന് മുഖമെല്ലാം കഴുകി എൻ്റെ ഉറക്കപ്പിച്ചൊന്ന് മാറ്റി. അങ്ങനെ 5:15 മുതൽ അമ്മ ബുക്ക് വായിക്കാൻ തുടങ്ങി. കുറച്ച് സമയം ഞാനും അത് നോക്കിയിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം ഒന്ന് പെർഫെക്റ്റ് ആവേ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മടക്കി വെച്ചു. ശേഷം അമ്മ അടുക്കളയിൽ കയറി ആദ്യം തന്നെ ആ ജാമ്പവാന്റെ റേഡിയോ ഓണാക്കി. പിന്നെ അമ്മ ഇതാ രാവിലത്തെ പുട്ടിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഞാൻ ഇവിടുന്ന് തിന്നുന്നത് പുട്ട് തന്നെയാണ്. 2 കൊല്ലമായിട്ട് തൃശ്ശൂർ പണിയെടുക്കുന്നത് കൊണ്ടാണോ അറിയില്ല, വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനെല്ലാം ഇപ്പം വേറെ തന്നെ ഒരു ടേസ്റ്റാ. അങ്ങനെ അമ്മേന്റെ പണികൾ ഓരോന്നായിട്ട് അവിടുന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ അധികം ഞാൻ അവിടെ നിന്ന് അമ്മേനെ ശല്യപ്പെടുത്തിയില്ല. പിന്നെ ഈ കാണുന്ന നടത്തം കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ അമ്മേനെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ തറവാട്ടിലേക്ക് കൊടുക്കേണ്ട പുട്ടും മുട്ട റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് അമ്മമാര് ചെയ്യുന്ന പണികൾ ചെറുതൊന്നും അല്ല കേട്ടാ. അത് ഇന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായി. പിന്നെ ഞാനും അമ്മയും നേരെ പുട്ടും എടുത്തിട്ട് തറവാട്ടിലേക്ക് പോയെ. പിന്നെ ചെറുപ്പത്തിൽ നമ്മൾ എല്ലാവരും ഈ തറവാട്ടിൽ ഒന്നിച്ച് നിൽക്കുന്നതിന്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ പല്ല് തേക്കാണ്ട് ഒരു കട്ടൻ ചായയും കുടിച്ചു. പിന്നെ ഞാനും അമ്മയും അവിടുന്ന് നേരെ നമ്മളെ വീട്ടിലേക്ക് ഇറങ്ങാൻ നോക്കുമ്പോൾ ഇത് എൻ്റെ കയ്യിലൊരു തേങ്ങ എടുത്തു വെച്ച് എന്നിട്ട് നടന്നോന്ന് പറഞ്ഞു. വീട്ടിലെത്തിയിട്ടും അമ്മേന്റെ ഓരോ പണികളായിട്ട് ചെയ്തുകൊണ്ടിരിക്കലാന്ന്. ഒരു സൈഡിൽ ഇത് അലക്കേണ്ട തുണികളെല്ലാം ബക്കറ്റിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഉച്ചക്കേക്കുള്ള കറികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളരിക്ക കറിയും കോവക്ക വറവുമാണ് ഇന്ന് ഉച്ചക്കത്തെ സ്പെഷ്യൽ. പിന്നെ ഞാൻ സമയം കളയാണ്ട് വേഗം പോയി പല്ല് തേച്ചു. ആ സമയവും അമ്മ അവിടുന്ന് അലക്കിക്കൊണ്ട് നിൽക്കലെന്നെ. എന്താ അറിയില്ല. പിന്നെ ഞാൻ നേരെ കിടക്കേ പോയിട്ടൊന്ന് കുറച്ച് സമയം കിടന്നു. പിന്നെ എണീച്ച് നോക്കുമ്പോൾ സമയം 9:45. അങ്ങനെ ഞാനിത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ പറയുന്നത് അമ്മേന്റെ വീട്ടിലേക്ക് പോക്കാന്ന്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.